ജോമാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് BAPCH ഫസ്റ്റ് ഇയറിൻ്റെ BPCC 101 ജനറൽ സൈക്കോളജി. അതിൽ നമ്മൾക്ക് 5 ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, സെക്കൻഡ് ബ്ലോക്ക് പെർസെപ്ഷൻ, തേർഡ് വൺ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, ഫോർത്ത് ബ്ലോക്ക് ലേണിംഗ് ആൻഡ് മെമ്മറി, ഫിഫ്ത്ത് ബ്ലോക്ക് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ടതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. ആദ്യമേ കണ്ട് ഈ വാക്കുകളോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് വളരെ രസകരമായി തന്നെ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ബ്ലോക്ക് 1 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അതിൽ 2 യൂണിറ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്, ഒറിജിൻ ഓഫ് സൈക്കോളജി. സൈക്കോളജി എങ്ങനെ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ അതാണ്. അവിടെ 3-4 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി പഠിക്കേണ്ടി വരുന്നത്. സൈക്കോളജി എന്താണെന്ന് അറിയണം. അപ്പം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു ഡെഫിനേഷൻ വരികയുള്ളൂ. അതിന് ഡെഫിനേഷൻ ഉണ്ടല്ലോ, അവിടെ പറയാൻ ഡെഫിനേഷൻ ഓഫ് സൈക്കോളജി. അതിൽ ഏർലി ഡെഫിനേഷനുമുണ്ട്, കറണ്ട് ഡെഫിനേഷനുമുണ്ട്. അപ്പോൾ സൈക്കോളജിയുടെ ആദ്യകാലത്ത് കുറേ ഡെഫിനേഷൻസ് ഉണ്ടായിരുന്നു. അത് ക്രമേണ ഈ കറണ്ട് സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ ഒരു ഡെഫിനേഷൻ കിട്ടി. പിന്നെ അതിൻ്റെ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ, സൈക്കോളജി എങ്ങനെ സ്വഭാവമായിട്ട് ബന്ധപ്പെടുത്തി എന്നറിയാൻ വേണ്ടി ആ ടോപ്പിക്ക്. പിന്നെ എന്ത് കാണുന്നു? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് സൈക്കോളജി. ഈ സൈക്കോളജി എങ്ങനെയാണ്, ഈ ചരിത്രമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നു. കാരണം അത് മനസ്സിലാക്കി നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്കത് മനസ്സിലാക്കണമല്ലോ. എന്നാലും നമ്മുടെ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതെല്ലാം നമ്മൾ അറിയണം. പിന്നെ പറയുകയാണ് സൈക്കോളജി ആസ് എ സയൻസ് ആണോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. ഇത്രയാണ് യൂണിറ്റ് 1 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലരും ഇപ്പോൾ ഫസ്റ്റ് ഇയർ പലരും പല ആഗ്രഹത്തോടെയും ഉള്ള സമയം കൊണ്ട് ഒരു ഡിഗ്രി കരസ്ഥമാക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയണം, അങ്ങനെ ഒരു ആഗ്രഹത്തോടെയുള്ള നമ്മൾ സൈക്കോളജിക്ക് പലരും എടുത്തേക്കുന്നത്. ചിലരൊക്കെ ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കാം, 10-20 വർഷത്തിന് ശേഷമായിരിക്കാം ഇങ്ങനെയൊരു ചാൻസ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെമ്മറി കപ്പാസിറ്റിയൊക്കെ നോക്കി, അപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് പ്രത്യേകം പറയുകയാണ്, ഈ സൈക്കോളജി പഠിക്കുമ്പം നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലേക്ക് നോക്കുക, നിങ്ങളുടെ വീടുകളിലേക്ക് ചുറ്റുപാടിലേക്ക് നോക്കി ഓരോ കാര്യം അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് ഇരിക്കും. അപ്പം നമുക്ക് ഏതായാലും നമ്മളൊരു എക്സാമിനെ ഫേസ് ചെയ്യണമല്ലോ, അപ്പോൾ അത് എഴുതാൻ എളുപ്പമായിരിക്കും. ജനറലായിട്ട് എഴുതുക, അല്ലാണ്ട് ഇത് തന്നെ പഠിച്ച് കറക്റ്റ് പോയിന്റ് അങ്ങനെയൊന്നുമല്ല. ഒരു ഐഡിയ കിട്ടി അത് ഡെവലപ്പ് ചെയ്ത് എഴുതുക. ആ ഒരു രീതിയിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അവിടെ പറയുകയാണ് എങ്ങനെയാണ് ഈ സൈക്കോളജിയുടെ ഉത്ഭവം. നമ്മൾ കണ്ടു, ഏർലി ഡെഫിനേഷനുണ്ട്, കറണ്ട് ഡെഫിനേഷനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് മണിച്ചിത്രത്താഴ് ഒരു ഫിലിമില്ലേ, അവിടെ ചെമ്പരത്തി പൂ വെച്ചിട്ട് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ട വല്ല കുഴപ്പമുണ്ടോ അല്ലേ. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ചിലപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ട്, എനിക്ക് വല്ല വട്ടാണോ, അങ്ങനെയൊക്കെ ഒരു തോട്ടും ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പം ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇനി അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഒറിജിൻ ഓഫ് സൈക്കോളജി. അപ്പം എങ്ങനെയാണ് ഈ സൈക്കോളജി ഉത്ഭവിച്ചത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഈ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചാൽ നമുക്ക് എക്സാമിനുള്ള കാര്യമാണ്, പലപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇതൊന്ന് വളരെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഏർലി സൈക്കോളജി അല്ലെങ്കിൽ ഏർലി ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം, പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല. ഇപ്പോൾ സൈക്കോളജിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സൈക്കോയാണ് അല്ലേ, നമുക്കൊരു കുഴപ്പമുണ്ട് പുറത്ത് പറയാൻ. ഇപ്പോൾ ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കും. ഒരു സൈക്കോളജിൻ്റെ അടുത്തെങ്ങാനും പോയാൽ പിന്നെ അറിയാമല്ലോ ആ ഒരു കാഴ്ചപ്പാട് അല്ലേ. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ നല്ല ഡെവലപ്ഡായി. അപ്പോൾ നമുക്കൊന്ന് ഇതെങ്ങനെയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം, ഇതൊക്കെ ആൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സും ശരിക്കും അവരുടെ ഒരു ഹെൽപ്പുണ്ട് ഈ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പണ്ടറിയാം എങ്ങനെയാണ് ഈ തുടക്കം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സൈക്കോളജിയുടെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരൊക്കെ ചിന്തിച്ചതൊരു ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തുണ്ടല്ലേ. അപ്പം അവർ ചിന്തിച്ചത്, ഡു യു ഹാവ് എ സോൾ, നമുക്കൊരു ആത്മാവുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഈ ആത്മാവുണ്ട്, അല്ലെങ്കിൽ ആത്മാവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഇതൊരു പ്രൂവ് ചെയ്യുന്നത്.
അപ്പോൾ പണ്ട് നമ്മൾ ഈ പ്രേതകഥകളിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് നോവലൊക്കെ ഇങ്ങനെ കണ്ട് പേടിച്ച് ചുരുങ്ങിയൊക്കെ കിടന്നിട്ടുണ്ടല്ലോ. അതിനെ തന്നെ പ്രേതകഥകളും എല്ലാം നമ്മൾ കണ്ട് അതെല്ലാം സൈക്കോളജിയുടെ നമ്മൾ അവസ്ഥാന്തര ഭേദങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം നമ്മുടെ പഴയ കാലം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഭൂതപ്രേതാദികളെയും അവരെയൊക്കെ ഒഴിവാക്കുന്ന കുറേ ബാധ ഒഴിവാക്കൽ, അങ്ങനെ കുറേ കാര്യമുണ്ട്. ഇതെല്ലാം സൈക്കോളജിയുടെ ഒരു ഇതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് ഡെഫിനിഷൻ തന്നെ ആത്മാവിനെ കുറിച്ച്, അല്ലെങ്കിൽ സൈക്കോളജി ഇസ് സ്റ്റഡി ഓഫ് സോൾ. ഇതാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഡെഫിനിഷൻ. പക്ഷേ സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല. എങ്ങനെ ഒരു ആത്മാവിനെ നമുക്ക് എൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭൂതത്തെ കാണാനും പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. വീണ്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്ന് വീണ്ടും കാലക്രമേണ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നു. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ഒരു മനസ്സെന്നുള്ള ചിന്ത വന്നു. ആ മനസ്സിലേക്ക് കടന്നു വന്നു. പിന്നെ അവർ ഡെഫിനേഷൻ കണ്ടുപിടിച്ചു, സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ സൈക്കേ. ഓക്കെ, വീണ്ടും കഴിഞ്ഞു പോയി. മൈൻഡൊക്കെ എവിടെയാണ്? നമ്മളിപ്പോൾ തന്നെ നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മുടെ മൈൻഡ് എവിടെയാണ്? ഹൃദയത്തിലാണോ തലച്ചോറിലാണോ? കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അതും കഴിഞ്ഞു. ഈ ഡെഫിനിഷൻ ഓർക്കുക. അതിനുശേഷം വീണ്ടും കാലക്രമേണ സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്നൊരു രീതിയിലേക്ക് വന്നു. അതും നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ പഠനങ്ങളെല്ലാം ഇങ്ങനെ ക്രമേണ വന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ജെ.ബി. വാട്സൺ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേനും, ഇത് പേരോർക്കുക, ജെ.ബി. വാട്സൺ അദ്ദേഹം പറഞ്ഞു, സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. എന്താ, നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സൈക്കോളജി എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പേരാണ് ഹീസ് ദ ഫാദർ ഓഫ് ബിഹേവിയറിസം. ഓക്കെ, ഇത് ബെസ്റ്റ് ഇപ്പോൾ ഓർത്തിരിക്കുക. ഇതൊക്കെ അപ്ലൈ ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കേട്ട കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടക്കമാണല്ലോ ഇത്. ഓക്കെ, അപ്പോൾ ഹീസ് ദ ഫാദർ ഓഫ് ബിഹേവിയറിസം. അദ്ദേഹം വാട്സൺ പറഞ്ഞ കാര്യമാണ്, മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എസൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഇപ്പോൾ ഓരോ സ്വഭാവം ഓരോന്നല്ലേ, ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നാണ്. അപ്പം ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വരുമ്പോഴത്തേനും അവിടെയും ആ പഠനം നിന്നിട്ടില്ല. അത് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലല്ലോ. വീണ്ടും പഠനങ്ങൾ തുടർന്നു. അവസാനം വുഡ്സ്വർത്ത്, ഓർത്തിരിക്കുക, വുഡ്സ്വർത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കണ്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞു, സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോള്, ദെൻ ഇറ്റ്സ് മൈൻഡ്, ആൻഡ് ദെൻ ലോസ്റ്റ് ഇറ്റ്സ് കോൺഷ്യസ്നസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വുഡ്സ്വർത്ത് പറയുന്നത്. എന്താണ്, സൈക്കോളജിക്ക് ആദ്യമേ അതിൻ്റെ സോൾ എന്നുള്ളത് നഷ്ടമായി, പിന്നെ മൈൻഡ് പോയി, പിന്നെ കോൺഷ്യസ്നസ്സും പോയി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഏർലി ഡെഫിനിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓർത്തിരുന്ന് ഇത് അപ്ലൈ ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ, ഇനി കറണ്ട് ഡെഫിനിഷനിലേക്ക് വരികയാണ്. കറണ്ട് ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ഹിസ് എൻവയോൺമെൻറ്റ്. ഒരാളുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അയാളുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. നിങ്ങളുടേതായ രീതിയിൽ ഇത് എഴുതുക. ഓക്കെ, എന്നാൽ ഇന്നത്തെ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേനും സൈക്കോളജി ടുഡേ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ്. അത് ഫെൽഡ്മാൻ 1996 അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേനും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് 2-3 ഡെഫിനിഷൻ എളുപ്പമുള്ളത് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഡെഫിനിഷൻ എഴുതണം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഡെഫിനിഷൻ. ഫെൽഡ്മാൻ്റെ നല്ല റെലവൻ്റ് ആയ ഡെഫിനിഷനാണ്, സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയറൽ ആൻഡ് മെൻ്റൽ പ്രോസസ് ബൈ ഫെൽഡ്മാൻ. സ്വഭാവത്തെക്കുറിച്ചും മെൻ്റൽ പ്രോസസ്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ് സൈക്കോളജി. ഫെൽഡ്മാൻ, അത് ഓർത്തിരിക്കുക, അത് മോർ റെലവൻ്റ് ആണ്. ഇനി ഐസങ്ക്, അടുത്ത ഒരു സൈക്കോളജിസ്റ്റാണ് ഐസങ്ക്. അദ്ദേഹം പറയുന്നത്, എ സയൻസ് ഇൻ വിച്ച് ബിഹേവിയർ ആൻഡ് അതർ എവിഡൻസ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റേർണൽ പ്രോസസ് ലീഡിങ് പീപ്പിൾ ടു ബിഹേവ് ആസ് ദേ ഡു. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി, അത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഐസങ്ക് പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഇതിലേതിലും 2 ഡെഫിനിഷൻ ഓർത്തിരിക്കുക. കുറേ ഡെഫിനിഷൻ ഉണ്ട്. ഞാൻ എളുപ്പമുള്ളത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഫസ്റ്റ് വൺ, ഫെൽഡ്മാൻ്റെ സൈക്കോളജി ഈസ് എ സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയറൽ ആൻഡ് മെൻ്റൽ പ്രോസസ്. അപ്പം ഇത്രയും ഭാഗത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? ഇൻ ഷോർട്ട് നമ്മൾ കണ്ടു സൈക്കോളജി, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സോൾ. സെക്കൻഡ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് കോൺഷ്യസ്നസ്. പിന്നെ പറയുന്നു സ്റ്റഡി ഓഫ് ബിഹേവിയർ, ദെൻ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. ഇതാണ് നമ്മൾ ഏർലി ഡെഫിനിഷനിലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കൺക്ലൂഷൻ പോലെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കറണ്ട് ഡെഫിനിഷനും നമ്മളിവിടെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ സ്വഭാവത്തെക്കുറിച്ചാണല്ലോ പഠിക്കുന്നല്ലേ. എന്താണ് സൈക്കോളജി? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. ഇത് പഠിക്കുക, ഓർത്തിരിക്കുക. നമ്മൾ ഒരു പോയിന്റ് എഴുതുക. ആ പോയിന്റ് നിങ്ങൾ സ്വന്തമായ രീതിയിൽ എഴുതിയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. എക്സാമിന് നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം സ്വാധീനിക്കുന്ന പല ഘടകങ്ങൾ കൊണ്ടാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്: ബയോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, എൻവയോൺമെൻ്റൽ, പാസ്റ്റ് എക്സ്പീരിയൻസ്, മോട്ടിവേഷൻ, ഇമോഷണൽ, കോഗ്നിറ്റീവ്. ഇതെല്ലാമാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇപ്പം നമ്മളിത് പഠിക്കുമ്പോഴത്തേനും എന്ത് ഓർക്കണം? നമ്മുടെ സ്വന്തം അനുഭവം എടുക്കുക. ഇപ്പം നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവം ഇങ്ങനെയായി തീരാൻ എന്താണ് കാരണം? നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലേ, നമ്മുടെ സോഷ്യൽ, അല്ല നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, അല്ല നമ്മുടെ ചില പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ആ പാസ്റ്റ് എക്സ്പീരിയൻസ് ചിലപ്പോൾ മോട്ടിവേഷൻ കിട്ടിക്കാണ്, ചിലപ്പോൾ ബിറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിച്ചു. കാരണം ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ് അല്ലേ. അത് മനസ്സിലാക്കി അതങ്ങനെ തന്നെ എഴുതണം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതി വെക്കുക. പക്ഷേ നമ്മുടെ പോയിന്റ് എന്താണ്? ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. സെക്കൻഡ് പോയിന്റ് ആണ്, ബിഹേവിയർ വേരീസ് ഇൻ കോംപ്ലക്സിറ്റി. പല കാര്യങ്ങളുണ്ട്, പല കോംപ്ലക്സിറ്റിയാണ്. ഓരോരുത്തരും ഓരോതായ ഘടനയാണ്. അതൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം സാധാരണ എങ്ങനെയാ ഒരു പേന വെച്ച് എഴുതുന്ന കാര്യം അല്ലേ, ഇപ്പം നമ്മൾ ഈ നോട്ട് എഴുതുക, അത് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് എഴുതാൻ സാധിക്കും. എന്നാൽ ഒരു ടെക്നിക്കിലേക്ക് വരുമ്പോഴത്തേനും, ഇപ്പോൾ ഒരു IT പ്രൊഫഷനിൽ അങ്ങനെ വരുമ്പോഴത്തേനും അതിൻ്റെ കോഡ് അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ഇച്ചിരി കൂടി ഒരു വിഷമം, ബുദ്ധിമുട്ടുള്ള കാര്യമായി. അത് വീണ്ടുമോ ആ സ്വഭാവത്തിൻ്റെ ഘടന പറയുകയാണ്. വീണ്ടും ഒരു ഫ്ലൈറ്റ് നോക്കുക, ഒരു പൈലറ്റ് ശരിക്കും ഷാർപ്പ്നെസ് വേണം, അങ്ങനെ എല്ലാമായി. അപ്പോൾ അതാണ് ബിഹേവിയർ ഇൻ വേരീസ് ഇൻ കോംപ്ലക്സിറ്റി. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് വേറെ ഉദാഹരണങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതുക. അടുത്ത പോയിന്റാണ്, ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ടു ലാർജ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. ടു ലാർജ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു പറയുന്നു. എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ എൻവയോൺമെൻറ്റ്. ഈ 2 ഘടകങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുക എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ആൻഡ് എൻവയോൺമെൻറ്റ്. അവിടെ നമ്മൾ കാണുന്നത് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് കാറ്റഗറൈസ്ഡ് അണ്ടർ ഫിസിയോളജിക്കൽ സച്ച് ആസ് ഹങ്കർ, തേസ്റ്റ്. അതായത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് വിശന്നു, അല്ലെ നമുക്ക് ദാഹിച്ചു, അല്ലെ ദാഹിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നും? വെള്ളം കുടിക്കാൻ തോന്നും. ഇനി എൻവയോൺമെൻറ്റോ, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റി, ഫാമിലി, ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. പണ്ടുകാലത്ത് നമ്മൾ പറയുന്നില്ലേ, സ്ത്രീകളായാലും ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, ആണുങ്ങൾക്ക് അങ്ങനെ. ഇത് വേറൊന്നും പറയുന്നതിൽ ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തമായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അതാണ് നിങ്ങളിവിടെ എഴുതി വെക്കേണ്ട, മനസ്സിലാക്കണ്ടേ. അപ്പോൾ നമ്മളിത് മറന്നു പോകത്തില്ല. അടുത്തൊരു പോയിന്റാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദർ ബിഹേവിയർ. നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവമാണ് അല്ലേ. ഇപ്പോൾ ഈവൻ ടിൻസിനാണെങ്കിൽ പോലും തന്നെ എല്ലാവരും ഒരേപോലെയാണോ? അല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ബിഹേവിയർ ഓൾസോ ഷോസ് സിമിലാരിറ്റി. ഇപ്പം ഒരേപോലെ സിമിലാരിറ്റി കാണാം സ്വഭാവത്തിന്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ജനറലാണ് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ റോഡിൽ നിൽക്കുക, അപ്പം നമുക്ക് 2 വീലറിന് കയറണം. നമ്മളെന്താ ചെയ്യുന്നത്? കൈ നീട്ടി തംസ് കാണിക്കും. അത് എവിടെ ചെന്നാലും, ഓൾമോസ്റ്റ് ഏത് രാജ്യത്ത് ചെന്നാലും അതൊരു സിമിലാരിറ്റിയാണ്. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ അതേപോലെ
ചിന്തിക്കുക. ബിഹേവിയർ ഓൾസോ ഷോസ് സിമിലാരിറ്റി. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണ്, ബിഹേവിയർ ഓൾസോ പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റീവ് ആണ്. നമ്മുടെ സ്വഭാവത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഗോൾ ഡയറക്റ്റീവ് ഉണ്ട് അല്ലേ. ഉദാഹരണം പറയുവാണ്, ദാഹിച്ചു അല്ലേ, എന്തിനാ വെള്ളം കുടിക്കുന്നത്? ദാഹിച്ചുകൊണ്ട്. സോ പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്രോച്ച് ബിഹേവിയർ ആൻഡ് അവോയ്ഡൻസ് ബിഹേവിയർ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ജസ്റ്റ് ഓർത്തിരിക്കുക. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കും, കുറച്ചും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് പറയുവാണ്, ബിഹേവിയർ ഈസ് ചേഞ്ചബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തർക്ക് കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവം എടുക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, എൻ്റെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെ അവൻ്റെ ഒരു സ്വഭാവം മാറിയിരുന്നെങ്കിൽ. മാറ്റാൻ സാധിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബിഹേവിയർ ഈസ് ചേഞ്ചബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ്, ബിഹേവിയർ ഓൾസോ ഷോസ് സ്റ്റെബിലിറ്റി. എന്നാൽ അടുത്ത പറയുക സ്റ്റെബിലിറ്റി ആയിരിക്കും ചില സ്വഭാവം. നമ്മൾ പറയുന്നത് ഇത്ര കാലമായി ആ സ്വഭാവം മാറിയിട്ടില്ല ഉണ്ടോ. അപ്പം ബിഹേവിയർ ഓൾസോ ഷോസ് സ്റ്റെബിലിറ്റി. അടുത്ത പോയിന്റാണ് ബിഹേവിയർ ഈസ് ഇൻറ്റഗ്രേറ്റഡ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഇതെന്തുകൊണ്ടാണ്? പല കാരണങ്ങൾ കൊണ്ടാണ്, പല രീതികൾ കൊണ്ടാണ് സ്വഭാവം രൂപപ്പെടുന്നത്. അത് നമ്മുടെ എൻവയോൺമെൻറ്റ്, ഫിസിയോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇതെല്ലാം കൊണ്ട് നമ്മുടെ ബിഹേവിയർ രൂപകൽപ്പനപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റാണ് നമ്മൾ ഈ ഭാഗത്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഷോർട്ട് സമ്മറി ആയിട്ട് ഞാൻ ജസ്റ്റ് പോയിന്റ് പറയാം. ഇത് പഠിച്ചിരിക്കുക, എക്സാമിന് വേണ്ടിയല്ലേ ഇത് പഠിച്ചിരിക്കുക. എക്സാം വരും. അപ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ട് വാക്കുകളിൽ മനസ്സിലായി പോയിന്റുകൾ ഇതാണ്. നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ ഇതിലേക്ക് വരാൻ എന്താണ് കാര്യം? ഡെഫിനേഷനാണ് ഫെൽഡ്മാൻ്റെ ഡെഫിനേഷൻ. സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയറൽ ആൻഡ് മെൻ്റൽ പ്രോസസ്. എന്നിട്ട് പറയുന്നു ബിഹേവിയറിൻ്റെ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. 9 പോയിന്റാണ്. വളരെ ഇത് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ, ബിഹേവിയർ വേരീസ് കോംപ്ലക്സിറ്റി. തേർഡ് വൺ, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 large sets of factors, ഇൻഡിവിജ്വൽ ആൻഡ് എൻവയോൺമെൻറ്റൽ. അടുത്ത പോയിന്റ് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദെയർ ബിഹേവിയർ, സ്വഭാവത്തിലുള്ള വ്യത്യാസം. അഞ്ചാമത്തത് ബിഹേവിയർ ഓൾസോ സിമിലാരിറ്റി. ഇപ്പോൾ ഓരോ ഉദാഹരണം സ്വന്തമായിട്ട് ഉദാഹരണം അവിടെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക, അത് അപ്ലൈ ചെയ്യുക. അടുത്തത് എന്താ പറയുന്നത്? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾസോ പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റീവ്. ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ഈ സൈക്കോളജി പഠിക്കുന്നു, അതിനൊരു ഗോൾ ഡയറക്റ്റീവ് ഉണ്ട്, അതിന് പർപ്പസ് ഉണ്ട്. ഒന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം അല്ലേ, ചിലപ്പം ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയായിരിക്കാം. ഓക്കെ, അടുത്ത പോയിന്റാണ് ബിഹേവിയർ ഈസ് ചേഞ്ചബിൾ. മാറ്റാൻ സാധിക്കും. അടുത്ത പോയിന്റോ ബിഹേവിയർ ഓൾസോ സ്റ്റെബിലിറ്റി. ഫൈനൽ പോയിന്റ്, 9ാമത്തെ പോയിന്റ്, ബിഹേവിയർ ഈസ് ഇൻറ്റഗ്രേറ്റഡ്. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.